കൊച്ചി തുറമുഖത്ത് നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെ ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന MSC എൽസ 3 എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ ഇന്ത്യൻ നേവൽ ഷിപ്പ് അഥവാ INS സുജാതയിലെ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. എന്നാൽ കപ്പലിലുണ്ടായിരുന്ന ചരക്കുകൾ അപ്പടി അറബിക്കടലിൽ വീണു. കപ്പലിന്റെ പേര് MSC എൽസ 3 എന്നാണല്ലോ. എന്താണ് ഈ MSC? നമുക്ക് പരിശോധിക്കാം. സ്വാഗതം സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് MSC. ഇത് സ്വിറ്റ്സർലാൻഡിലെ ജനീവ ആസ്ഥാനമാക്കിയുള്ള ഒരു കമ്പനിയാണ്. ഇവർക്ക് ഏകദേശം 1000-ഓളം കപ്പലുകളുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഇതൊരു ലൈബീരിയൻ കപ്പലാണെന്ന് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്? ഷിപ്പിംഗ് കമ്പനികൾ ടാക്സ് ബെനിഫിറ്റ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിച്ച് തങ്ങളുടെ കപ്പലുകൾ മറ്റ് രാജ്യങ്ങളിലായി രജിസ്റ്റർ ചെയ്യാറുണ്ട്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ രജിസ്റ്റർ ചെയ്ത രാജ്യത്തിൻ്റെ ഫ്ലാഗ് ആയിരിക്കും ആ കപ്പലിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മുങ്ങിയ എൽസ 3 എന്ന കപ്പൽ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തത് ആഫ്രിക്കൻ രാജ്യമായ ലൈബീരിയയിലാണ്. അതുകൊണ്ട് അവർ ലൈബീരിയയുടെ ഫ്ലാഗ് ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ലൈബീരിയൻ കപ്പലാണ് എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നത്. ലൈബീരിയ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം മൺട്രോവിയ ആണ്. അമേരിക്കയുടെ 5ാമത്തെ പ്രസിഡന്റായ ജെയിംസ് മൺട്രോയോടുള്ള ആദരസൂചകമായാണ് അവർ ഈ നഗരത്തിന് മൺട്രോവിയ എന്ന പേര് നൽകിയത്. MSC എൽസ 3 എന്ന കപ്പലിൽ ഉണ്ടായിരുന്നത് ലോ സൾഫർ ഫ്യൂവലാണ്. അപകടകാരിയായ സൾഫർ ഡയോക്സൈഡിൻ്റെ ബഹിർഗമനം കുറയ്ക്കുന്ന ഇന്ധനമാണ് ലോ സൾഫർ ഫ്യൂവൽ. ഇതിൽ സൾഫറിൻ്റെ കണ്ടന്റ് വെറും 0.5% ആണ്. UK ആസ്ഥാനമായിട്ടുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചാണ് ഇതുപോലെ ലോ സൾഫർ കണ്ടന്റ് ഫ്യൂവൽസ് കപ്പലുകളിൽ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ബസ്സുകളിലും ട്രക്കുകളിലും ഉപയോഗിക്കുന്ന ഇന്ധനമാണ് അൾട്രാ ലോ സൾഫർ ഡീസൽ. ഇതിൽ സൾഫറിൻ്റെ കണ്ടന്റ് 0.0015% മാത്രമാണ്.